പരിശുദ്ധമായ റമദാൻ മാസം അതിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ദിക്ർ ഏതാ? അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ കരുണ നീ ചെയ്യണേ അല്ലാ. അല്ല, ഇതല്ലേ അതിൻ്റെ അർത്ഥം? അല്ലാഹു എനിക്ക് നീ കരുണ ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കരുണയുമായി ബന്ധപ്പെട്ട, എൻ്റെ പൊന്നുസ്താദ് ഞങ്ങൾക്ക് ഈ കരുണയൊക്കെ ഉണ്ട്, ഞങ്ങൾ മറ്റുള്ളവർക്ക് കരുണ ചെയ്യുന്നതാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്, നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞില്ല റമദാനിൻ്റെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുആ ചെയ്ത അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? നമുക്ക് അല്ലാഹു കരുണ തന്നിട്ടുണ്ടോ? നമ്മൾ കരുണയുള്ളവരാണോ? നമ്മൾ കരുണയുള്ളവരാണെങ്കിൽ, അല്ലാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ 3 അടയാളം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഏതൊക്കെയാണ് ആ 3 അടയാളം? വിശദമായി ഇന്ന് കേൾക്കാം ഈ ക്ലാസ്സിലൂടെ. ഈ 3 അടയാളം ഉണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അള്ളാന്റെ കരുണ, അള്ളാന്റെ റഹ്മത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന്. ഈ 3 അടയാളം ഇല്ലേ, നമുക്ക് ഒരു കരുണയും കിട്ടിയിട്ടില്ല, നമുക്ക് ഒരു റഹ്മത്തും കിട്ടിയിട്ടില്ല, വെറുതെ നമ്മൾ ബിൽഡപ്പ് ചെയ്ത് നിൽക്കുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ നമ്മൾ ദുആ ചെയ്യുന്നതോടൊപ്പം 3 കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം 1 കോടി റഹ്മത്ത് അവൻ്റെ ജീവിതത്തിൽ കിട്ടാൻ അത്താഴ സമയത്ത് ചെറിയ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അത്താഴത്തിൻ്റെ സമയത്ത് ഒരു ചെറിയ വാക്ക് പറഞ്ഞാൽ 1 കോടി റഹ്മത്ത്, പുണ്യങ്ങൾ, കരുണ അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ കൊടുക്കും. ഏതാണ് ആ വാക്ക്? എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്നത്തെ ക്ലാസ്സിൽ പൂർണ്ണമായും അത് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരി സഹോദരന്മാരെ, നമ്മുടെ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾക്കും, അതുപോലെ തന്നെ നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും, നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ റഹ്മത്തിൻ്റെ 10 ദിനങ്ങളാണ്. ആ റഹ്മത്ത് മുഴുവനും അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപാവനമായ റമദാൻ മാസം നമുക്ക് എല്ലാവർക്കും അനുകൂലമാക്കി അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. റമദാനിൽ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, നമ്മൾ നോമ്പ് പിടിക്കുന്നു, മറ്റ് നമസ്കാരങ്ങളിൽ വ്യാപൃതരാകുന്നു, മറ്റ് ദിക്റുകൾ, സ്വലാത്തുകളൊക്കെ പറയുന്നവരാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മവും പരിപൂർണമായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. നമ്മളൊക്കെ ദുആരക്കുന്നു അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, കരുണയുള്ള അല്ലാഹ്, എനിക്ക് നീ കരുണ ചെയ്യണേ. അതാണ് അതിൻ്റെ മീനിങ്, അതിൻ്റെ അർത്ഥം. നമ്മളിങ്ങനെ റമദാൻ 1 മുതൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഓരോ നമസ്കാരത്തിന് ശേഷവും പറയുന്നുണ്ട്. ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് അല്ലാഹു ആ റഹ്മത്ത് തന്നിട്ടുണ്ടോ? നമ്മൾ ദുആ ചെയ്തിട്ട് ആ റഹ്മത്ത് അല്ലാഹു നമുക്ക് തന്നിട്ടുണ്ടോ? അള്ളാഹിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചില അടയാളങ്ങൾ ഉണ്ടാകും, കിട്ടാത്തതിനും ചില അടയാളങ്ങൾ ഉണ്ടാകും. ഇനി കിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മളൊക്കെ ദ്വാരക്കുന്നു അല്ലാഹുവേ എനിക്ക് നീ കരുണ ചെയ്യണേ, കരുണ ചെയ്യണേ. പക്ഷേ നമ്മുടെ വീട്ടിൽ ഒരാൾ ഒരു പിരിവിനായിട്ട് വന്നാൽ, ഒരു യത്തീംഖാനയുടെ പിരിവ്, അല്ലെങ്കിൽ ഒരു ദറസിൻ്റെ പിരിവ്, അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത ആളാണ്, മകളെ കല്യാണം കഴിച്ചു വിടാൻ അതിനു വേണ്ടിയുള്ള സ്വതക്കൊക്കെ വേണ്ടി വന്നു, ഇങ്ങനെ, അല്ലെങ്കിൽ രോഗമായിട്ട് വന്നു, ഇങ്ങനെ എത്രയോ ആളുകൾ നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. ഈ റമദാനിൽ എത്രയോ പേര് നമ്മുടെ വീട്ടിൽ വന്നു പിരിവിനായിട്ട്. നമ്മൾ മനസ്സറിഞ്ഞാണോ അവർക്ക് പൈസ കൊടുക്കുന്നത്? ഒന്ന് ചിന്തിച്ച്, ചിലപ്പോൾ 10 രൂപയായിരിക്കും മതി, 10 രൂപ കൊടുത്താൽ മതി. നമ്മൾ മനസ്സറിഞ്ഞ് അല്ലാഹുവേ എൻ്റെ പ്രയാസങ്ങൾ മാറ്റണേ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രതിഫലം എനിക്ക് തരണേ എന്ന് കരുതിയാണ് നമ്മൾ ആ സ്വതക്ക കൊടുക്കുന്നത്? അതോ ഈ മാരണം, ഈ ഒരു ശല്യം ഒന്ന് പോട്ടെ, വീടിൻ്റെ മുമ്പിൽ നിന്ന് പോട്ടെ എന്ന് കരുതിയാണോ നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ കൊടുക്കുന്നത് ഏത് രൂപത്തിലാണ്? നമ്മൾ കരുണയോടുകൂടിയാണ് കൊടുക്കുന്നതെങ്കിൽ അള്ളാന്റെ കരുണ കിട്ടും. കരുണയില്ല, ഈ ശല്യം ഒന്ന് പോട്ടെ, അല്ലെങ്കിൽ അയാളോട് ചോദിക്കും നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല, റമദാനാകുമ്പോൾ ഇറങ്ങും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ആക്ഷേപം പറഞ്ഞിട്ടാണോ പൈസ കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ ശാപമാണ്, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ശാപമാണ്. റഹ്മത്തിൻ്റെ 10ൽ എത്ര തന്നെ നമ്മൾ തലകുത്തി മറിഞ്ഞ് അല്ലാഹുമ്മർഹംനി എന്ന് പറഞ്ഞ് തൊണ്ട നമ്മുടെ പൊട്ടിപ്പാളീസായാലും ഒരിക്കലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടൂല. ദുആ ചെയ്തതുകൊണ്ട് മാത്രം റഹ്മത്ത് കിട്ടുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ
നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ മഗ്‌രിബിന് ശേഷം എത്രയോ പ്രാവശ്യമാണ് ആ ദിക്ർ പറയുന്നത്. നമ്മൾ നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷം ദിക്ർ പറയുന്നു. ഇത് അള്ളാഹുവേ എനിക്ക് റഹ്മത്ത് തരണേ എന്ന് നമ്മളിങ്ങനെ ദുആ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ റഹ്മത്ത്? ഇല്ലെങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇർഹമു മൻ ഫിൽ അർളി വർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ദുആ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് കരുണ കിട്ടൂല. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ കരുണ ചെയ്യണമെന്നാണ്. നമുക്കത് പറ്റൂല. ആരെങ്കിലും ഒരു സ്വതക്ക ചോദിച്ചാൽ, ഒരു പിരിവിന് വന്നാൽ പൈസ കൊടുക്കൂല. പക്ഷെ നമ്മൾ നല്ലപോലെ ദുആ ഇറക്കും, നല്ലതുപോലെ ദുആ ചെയ്തു എല്ലാ ദിക്റിന്റെ മജ്‌ലിസിലും പങ്കെടുക്കും, നമുക്ക് റഹ്മത്ത് കിട്ടൂല. അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടാൻ ഒരുപക്ഷെ ദുആ ചെയ്തില്ല എങ്കിലും അള്ളാഹു റഹ്മത്ത് തരും. എങ്ങനെ? മറ്റുള്ളവർക്ക് നമ്മൾ കരുണ ചെയ്താൽ. ഇത് റമദാൻ മാസമാണ്, ഷഹ്റുൽ മുസാവാത്ത്, പരസ്പരം സഹകരിക്കേണ്ട മാസമാണ്. എന്നിട്ട് വേണം നമ്മൾ ദുആ ഇറക്കാൻ. നമ്മുടെ വീട്ടിലേക്ക് ഒരു പിരിവിനായി വന്നാൽ, അല്ലെങ്കിൽ ഒരു റിലീഫ് പ്രവർത്തനം നടത്തുന്നുണ്ട്, പാവപ്പെട്ട കുറച്ച് ആളുകൾക്ക് ഒരു റമദാൻ കിറ്റ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് എന്തെങ്കിലും ഒരു സംഭാവന എന്നൊക്കെ ചോദിച്ചു വരുമ്പോൾ, എടോ എന്നേക്കാൾ പൈസയുള്ള ആൾ അവിടെ ഉണ്ട്, നീ അവിടെ പോയി ചോദിക്ക്, ഞാൻ ഇങ്ങോട്ട് കിറ്റ് വാങ്ങാൻ അർഹനാണ്, അങ്ങോട്ട് പൈസ കൊടുക്കാൻ ആളല്ല എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ വളരെയധികം ശ്രദ്ധിക്കണം. പരിശുദ്ധമായ റമദാനിൻ്റെ സുന്ദരമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എത്രമാത്രം മറ്റുള്ളവരോട് കരുണ ചെയ്യുന്നോ, കരുണ ചെയ്യുന്നവർ നല്ല വാക്കുകൾ പറയുക, നല്ല വാക്ക് പറയുക, മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്ന സംസാരം നമ്മൾ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കൈകൾ കൊണ്ട് നമ്മൾ കരുണ ചെയ്യുക, കരുണയ്ക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. എന്നാൽ മാത്രമാണ് അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് കിട്ടും. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെ നാശത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമുക്ക് 10 ദിവസങ്ങൾ തന്നിരിക്കുന്നു. എന്തിനെ? അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് നമുക്ക് പറയാനുള്ള അവസരം തന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ അല്ലാഹുവിൻ്റെ കരുണ കിട്ടിയാൽ, കേട്ടോ, റഹ്മത്തിന്റെ 10 ദിവസമായി നമ്മൾ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞവരാണ്. അല്ലാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചില അടയാളങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ അടയാളം, തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? തിന്മകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇത്രയും ദിവസം നമ്മൾ ചെയ്ത അല്ലാഹുമ്മ അർഹംനി എന്ന ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും തിന്മകൾ ചെയ്യാൻ, തെറ്റുകൾ ചെയ്യാൻ നമ്മുടെ മനസ്സിങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളത് ചെയ്യുന്നു എങ്കിൽ മനസ്സിലാക്കിക്കോ, അള്ളാഹിന്റെ റഹ്മത്ത് നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് നല്ലതുപോലെ അല്ലാഹുമ്മ അർഹംനി എന്ന ദുആ നമ്മൾ വർദ്ധിപ്പിക്കുകയും കരുണയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. കരുണ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ലക്ഷണം തിന്മകളിൽ നിന്നും മാറി നിൽക്കാൻ അല്ലാഹു തആല നമ്മെ സഹായിക്കുമെന്നാണ്. പിന്നെയോ, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് കിട്ടിയിട്ടുണ്ടോ? അതായത് റമദാൻ മാസത്തിൽ നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ കച്ചവടം, നമ്മുടെ വീട്, ഇതിലൊക്കെ മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത ഒരു ഖൈറ് നമുക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെയോ, മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, ഒരു മനുഷ്യൻ അവനിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാനും അല്ലെങ്കിൽ അവനിക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളവുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അവനിക്ക് ഒരുപാട് ഇസ്തിഗ്ഫാർ പറയാൻ പറ്റുമെന്നാണ്. ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഒരുപാട് കണ്ട് ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ പറ്റുന്നുണ്ടോ എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നുണ്ട്. ഒരാൾ റമദാൻ തുടങ്ങിയത് മുതൽ ഒരുപാട് തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാക്ക് അവൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവനിക്ക് ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ലൗലാ തസ്തഗ്ഫിറൂന അല്ലാഹ ലഅല്ലകും തുർഹമൂൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ പറയാൻ അവസരം കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, മഗ്‌രിബിന് മുമ്പ്, ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം, മഗ്‌രിബ് നമസ്കാരത്തിന് മുമ്പ്, നോമ്പ് തുറക്കുന്നതിന് തൊട്ട് മുമ്പ് 6:35 അല്ലെങ്കിൽ 6:40 മാങ്കാണെങ്കിൽ 6:30 നമ്മൾ എന്താ ജോലി തിരക്കെല്ലാം മാറ്റിയിട്ട് അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദുആയും അതോടൊപ്പം തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റും നമുക്ക് ചൊല്ലാൻ പറ്റുന്നുണ്ടോ? ഉമ്മച്ചിമാരെ, വാപ്പിച്ചിമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ, നമുക്ക് അല്ലാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുന്നുണ്ട്.
ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയാൽ അവൻ പിന്നെ യാതൊരു ഭയവും വേണ്ട. അവൻ്റെ കച്ചവടത്തിൽ അള്ളാഹു അവനറിയാതെ ലാഭം തരും. അവൻ്റെ മക്കൾ അള്ളാഹു താല അവൻ്റെ മക്കളെ നന്നാക്കി തരും. അവൻ്റെ ഭാര്യയിൽ, അവൻ്റെ ഭർത്താവിൽ അള്ളാഹു സ്വഭാവം നന്നാക്കി തരും. അവൻ്റെ ജീവിതത്തിൽ വല്ലാത്ത സമാധാനമുണ്ടാകും. അവൻ്റെ കുടുംബത്തിൽ ഖൈറുണ്ടാകും. പിന്നെ അവൻ ചെയ്യുന്ന ദുആ അള്ളാഹു സ്വീകരിക്കും. ഇതൊക്കെ എന്താണ്? ഒരു മനുഷ്യന് റഹ്മത്ത് കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. പക്ഷെ നമുക്കിതൊന്നും തോന്നുന്നില്ല, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നില്ല എങ്കിൽ മനസ്സിലാക്കിക്കൂ, അള്ളാഹിൻ്റെ റഹ്മത്ത് കുറവാണ്. അതിനെന്ത് ചെയ്യണം? നല്ലതുപോലെ ദുആരക്കണം. ഈ റമളാനിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ കടന്നു പോകുന്നതിന് മുമ്പ് നമ്മൾ സ്വതക്ക ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുക. ഇത് എത്രയോ സുഖമാണ്. നമ്മുടെ ഫോൺ എടുത്താൽ ഓരോ ദിവസവും ഓരോ ഗ്രൂപ്പിൽ എത്രയോ മെസ്സേജുകളാണ് വരുന്നത്. ഒരു കിഡ്നിയുടെ പേഷ്യൻ്റ്, അല്ലെങ്കിൽ ഒരു അറബി കോളേജിലേക്ക് സഹായം, അല്ലെങ്കിൽ ഒരു ഭക്ഷണത്തിൻ്റെ കിറ്റ് കൊടുക്കുന്നുണ്ട്, ഒരു കിറ്റിന് 100 രൂപ, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം, നോമ്പ് തുറയുടെ ഭക്ഷണം 100 രൂപ എന്നൊക്കെ പറഞ്ഞ് എത്രയോ മെസ്സേജുകളാണ് വരുന്നത്. നമുക്ക് നിസ്സാരമായ ഒരു 100 രൂപ കൊടുത്താൽ മതി. ഒരു 50 രൂപ, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു 200 രൂപ, അല്ലെങ്കിൽ ഒരു 150 രൂപ, അത് മതി. ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ സ്വതക്കയല്ലേ? അതുകൊണ്ട് എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പമാരെ, നമുക്കറിയില്ല നമ്മുടെ മക്കളോട് പറയുക, എടാ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് വന്ന് നമുക്കത് വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും, അതിൻ്റെ അഡ്രസ്സ് ഉണ്ടാകും, അവിടെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഉണ്ടാകും. അത് നമ്മൾ വിളിച്ചു ചോദിച്ചിട്ട് ഉറപ്പാണെങ്കിൽ മാത്രം നമുക്ക് കൊടുത്താൽ മതി. എത്രയോ ആളുകളാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്ന. റമളാനിലെങ്കിലും എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് എത്രയോ പാവപ്പെട്ട ആളുകളാണ് വരുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ് നമുക്ക് ദുആരക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കുക, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞതുപോലെ സ്വതക്കകൾ കൊടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. നമ്മുടെ കുടുംബത്തിൽ എത്രയോ പേരാണ് പ്രയാസപ്പെടുന്നത്, ബുദ്ധിമുട്ടിൽ അനുഭവിക്കുന്നത്. എത്രയോ വിധവകളുണ്ട്, എത്രയോ അനാഥകളുണ്ട്, എത്രയോ രോഗികളുണ്ട്. അവർക്കൊക്കെ നമ്മൾ കഴിയുന്ന രൂപത്തിൽ സ്വതക്ക കൊടുത്ത് സഹായിക്കണേ എങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് തടയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? കുടുംബബന്ധം മുറിക്കുന്ന ആളുകളാണ്. കുടുംബബന്ധം മുറിച്ച ആളുകളെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തില്ല. വാപ്പയോടുള്ള പിണക്കം മാറ്റിയിട്ടില്ല, ഉമ്മയോടുള്ള പിണക്കം മാറ്റിയിട്ടില്ല, ഭാര്യമാരോട്, ഭർത്താവിനോട്, മക്കളോട് ഇതുവരെ ഇണങ്ങിയിട്ടില്ല. റമളാൻ ഇത്രയും ദിവസമായി, എന്നിട്ടും അവരോടൊരു സലാം കൊണ്ടുപോലും നമ്മളൊരു മെസ്സേജ് അയച്ചിട്ടില്ല എങ്കിൽ മനസ്സിലാക്കിക്കോ, നമ്മൾ എത്ര തന്നെ ദുആ ചെയ്താലും നമ്മുടെ ദുആ അള്ളാഹു സ്വീകരിക്കാൻ പോകുന്നില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടൂല. അള്ളാഹുവിൻ്റെ റഹ്മത്തില്ല എങ്കിൽ മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലി മരിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കണമെങ്കിൽ, സ്വർഗം കണ്ട് മരിക്കണമെങ്കിൽ, നരകത്തിൽ നിന്നും രക്ഷ കിട്ടണമെങ്കിൽ അള്ളാഹിൻ്റെ റഹ്മത്ത് വേണം. അതിനെന്ത് ചെയ്യണം? നല്ലതുപോലെ ദുആരക്കണം. അതോടൊപ്പം തന്നെ കുടുംബ ബന്ധം ചേർക്കണം. ഇനിയും ദിവസങ്ങളുണ്ട്. ഇപ്പം ഇത്രയും ദിവസം നമ്മൾ ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. പക്ഷേ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആക്കണം. എന്ത്? കുടുംബ ബന്ധം ചേർക്കണം. പിണങ്ങിയവരോട് ഇണങ്ങണം. അങ്ങോട്ട് പോയി സലാം പറയണം. നമ്മൾ ആരെയാണ് നാണിക്കുന്നത്? നമ്മൾ ആരെ കാണിക്കാനാണ് ഇങ്ങനെ പിണക്കം ഇങ്ങനെ നടിച്ചു നിൽക്കുന്നത്? ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോവേണ്ടവരല്ലേ? അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളോടും പറയട്ടെ, ആരെങ്കിലുമൊക്കെ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയി സലാം പറഞ്ഞേ. നമുക്കിപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ല. അങ്ങോട്ട് പോയി സലാം പറഞ്ഞേക്ക്. റമളാൻ നമുക്ക് അള്ളാഹിൻ്റെ കരുണ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ന് നമുക്ക് അള്ളാഹിൻ്റെ കരുണ കിട്ടും? അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. പിന്നെയോ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കച്ചവടക്കാരോടാണ് നബി തങ്ങളുടെ സൂചന. കച്ചവടക്കാരെ, നിങ്ങൾ വിശാലത ചെയ്യണം, പിടിച്ചു വെക്കരുതേ. 1/2 കിലോ അരി ചോദിച്ചാൽ കറക്റ്റ് 500 ഗ്രാം. 501 ആയാൽ 1 അരി മാറ്റും, 2 അരി മാറ്റും, 500 ആക്കും. പറ്റൂല. അങ്ങനെ നമ്മൾ പിടിച്ചു വെക്കരുത്. പിശുക്ക് കാണിക്കരുത്, പിടിച്ചു വെക്കരുത്. എന്ന് വെച്ചാൽ അനാവശ്യമായിട്ട് ഒരുപാട് ഓവറായി ചിലവഴിക്കണം, അതുമല്ല പറഞ്ഞത്. കച്ചവടക്കാരോട് പ്രത്യേകം അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞിട്ട് വിശാലത ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഗോതമ്പ് തൂക്കി കൊടുക്കുന്നു, ഈത്തപ്പഴം തൂക്കി കൊടുക്കുന്നു, ഉള്ളി തൂക്കി കൊടുക്കുന്നു, സവാള തൂക്കി കൊടുക്കുന്നു, പച്ചമുളക് തൂക്കി. അപ്പോൾ 500 ഗ്രാം, 1 കിലോ പറഞ്ഞു, അല്ലെങ്കിൽ 1/2 കിലോ പറഞ്ഞു.
കറക്റ്റ് എണ്ണം എത്തുമ്പോൾ നമ്മൾ നിർത്തും. അങ്ങനെയല്ല, ഒരെണ്ണം കൂടുതലിടണം, ഒരു 2 ഉള്ളി കൂടുതലിടണം, ഒരു സവാള കൂടുതലിടണം. പഴം നമ്മൾ കൊടുക്കും, 1 കിലോ പഴം കൊടുക്കും, അല്ലെങ്കിൽ 1/2 കിലോ പഴം പറഞ്ഞു, കറക്റ്റ് 500 ഗ്രാം തന്നെയല്ല, 500 ഗ്രാം അല്ല, ഒരു പഴം കൂടുതലിട്ട് കൊടുക്കണം. അത് വിശാലത ചെയ്യലാണ്. നമ്മൾ ജനങ്ങളോട് വിശാലത ചെയ്യും തോറും അല്ലാഹു തആല നമ്മളോട് വിശാലത ചെയ്തുകൊണ്ടിരിക്കും, റഹ്മത്ത് കിട്ടുമെന്നാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒരു കടയിൽ ചെന്നു. എന്നിട്ട് കുറച്ച് ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി പോയതാണ്. അങ്ങനെ ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി ഒരു കടയിലേക്ക് ചെന്ന സമയത്ത് വേറൊരു ആള് അവിടെ ഓരോ ഈത്തപ്പഴവും എടുത്തിങ്ങനെ നോക്കുന്നു, ഇത് നല്ലതാണോ ചീത്തതാണോ. നല്ലതാണെങ്കിൽ മൂപ്പര് സഞ്ചിയിലേക്ക് ഇടും, തൂക്കാൻ കൊടുക്കും. ചീത്തതാണെങ്കിൽ മൂപ്പര് മാറ്റി വെക്കും. ഓരോ ഈത്തപ്പഴവും ഇങ്ങനെ എടുത്തു നോക്കുകയാണ്. ഈ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒരൊറ്റ കരച്ചിൽ, കടയിൽ വെച്ച് ഒരൊറ്റ കരച്ചിൽ. ഇത് കണ്ടപ്പോൾ കൂടെയുള്ള ആൾ എന്താ ചോദിച്ചു, എന്താ പറ്റിയത്, എന്താ കരയുന്നത്? ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഈ ഒരു മനുഷ്യനെ കണ്ടിട്ട് കരഞ്ഞു പോയതാണ്. കാരണം അയാൾ ഓരോ ഈത്തപ്പഴം എടുത്തിങ്ങനെ നോക്കുന്നു, നല്ലതാണെങ്കിൽ മാത്രം അയാൾ എടുക്കുന്നു, മോശപ്പെട്ടത് എന്തെങ്കിലും ന്യൂനതയുള്ളത് അയാൾ മാറ്റുന്നു. ഞാൻ മരിച്ച് അള്ളാഹിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ എൻ്റെ ഓരോ ദിവസത്തെയും നിസ്കാരം എടുത്ത് അള്ളാഹ് ഇങ്ങനെ നോക്കും, ഇത് നല്ലതാണോ ചീത്ത. നല്ലതാണെങ്കിൽ മാത്രം എൻ്റെ നിന്നും സ്വീകരിക്കും, എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഒഴിവാക്കും. അങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ എൻ്റെ ഒരു നമസ്കാരവും അള്ളാഹു തആല സ്വീകരിക്കില്ലല്ലോ. എൻ്റെ ഏത് നിസ്കാരം അള്ളാഹു സ്വീകരിക്കും, എൻ്റെ ഏത് നോമ്പ് അള്ളാഹു സ്വീകരിക്കും, എൻ്റെ ഏത് സ്വതക്ക അള്ളാഹു സ്വീകരിക്കും. കാരണം ഞാൻ ചെയ്യുന്നതിലൊക്കെ ന്യൂനതയുണ്ടല്ലോ എന്ന് ആരാ പറയുന്നത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മുടെയൊക്കെ കാര്യം എന്താണ്? അതുകൊണ്ട് കച്ചവടക്കാരോട് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം കൊടുക്കുമ്പോൾ, ചെയ്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുന്ന സമയത്ത് ഒരല്പം കൂടുതൽ വിശാലത ചെയ്യുക. അമിതമാക്കരുത്. അമിതമായി ചെയ്യണമെന്നല്ല, പിടിച്ചു വെക്കണമെന്നുമല്ല, ഒരു മീഡിയം ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുക? അവർക്ക്, മറ്റുള്ളവർക്ക് സാധനങ്ങൾ കൊടുക്കാനും സ്വതക്ക കൊടുക്കാനും ശ്രദ്ധിക്കണം. ഇതെന്താണ്? നമുക്ക് റഹ്മത്ത് കിട്ടും, റഹ്മത്ത് കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. പിന്നെയോ ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ, റിലീഫ് പ്രവർത്തനങ്ങൾ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും റിലീഫ് പ്രവർത്തനങ്ങൾ, അല്ലേ? അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു, അഹബ്ബുന്നാസി ഇലല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, ജനങ്ങളിൽ വെച്ച് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകൾ, അത് അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ്. വഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സുറൂറുൻ തുദ്ഖിലുഹു അലൽ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ, ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ മനസ്സിലേക്ക് സന്തോഷം ഇട്ടുകൊടുക്കലാണ്. നമ്മൾ ഒരാളുടെ മുമ്പിൽ ചെന്ന് വെറുതെ നിന്നാൽ അയാൾക്ക് സന്തോഷമുണ്ടാവില്ല. മറിച്ച് നമ്മൾ അയാളോട് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയണം, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു സ്വതക്ക കൊടുക്കണം, ഒരു പൈസ കൊടുക്കണം, എങ്കിൽ അയാൾക്ക് സന്തോഷമുണ്ടാകും. അള്ളാഹുവിന് ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും ഇഷ്ടം മറ്റുള്ളവരുടെ മനസ്സിൽ സന്തോഷം ഇട്ടുകൊടുക്കലാണ്. അതിന് പറ്റിയ മാസമാണ് റമദാൻ. അതിന് പറ്റിയ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. റഹ്മത്തിൻ്റെ ദിനങ്ങൾ അവസാനിക്കാൻ ഒരുങ്ങുകയാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ പരമാവധി ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ കരുണയുടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഈ റഹ്മത്തിൻ്റെ 10 വിട പറയുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം പറഞ്ഞു തരാം. നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മൾ അത്താഴം കഴിച്ച് കഴിഞ്ഞ് ഒരു പ്രാവശ്യം ഒരു മനുഷ്യൻ ഒരു വാക്ക് പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ 1 കോടി റഹ്മത്ത് അവനിക്ക് ഇറങ്ങുമെന്നാണ്. 1 കോടി റഹ്മത്ത്, കാരുണ്യം അവനിലേക്ക് ഒറ്റയടിക്ക് ഇറങ്ങും. എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും. അത്താഴത്തിൻ്റെ സമയത്ത് അവൻ ഒരൊറ്റ കാര്യം പറയണം. എന്താ പറയേണ്ടത്? നമ്മൾക്ക് തഹജ്ജുദ് നിസ്കരിക്കണം. തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് ഒരൊറ്റ പ്രാവശ്യം നമ്മൾ പറയണം. എന്ത്? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഗ്ഫിർലി, പടച്ചോനെ, റമളാൻ മാസമാണ്, അത്താഴത്തിൻ്റെ സമയമാണ്, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണം. ലോകത്ത് ഭൂരിഭാഗം ആളുകളും കിടന്നുറങ്ങുമ്പോൾ, അല്ലേ, മുസ്ലിമീങ്ങൾ മാത്രമല്ല ആ സമയത്ത് എഴുന്നേൽക്കുന്ന, അത്താഴത്തിന് വേണ്ടി ബാക്കി എല്ലാവരും കിടന്നുറങ്ങുമല്ലേ. അപ്പോൾ ലോകത്ത് ഭൂരിഭാഗം ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹു, ഞങ്ങൾ കുറച്ച് പേര് എഴുന്നേറ്റ് ഞങ്ങൾ നിന്നോട് ദുആരക്കുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി, എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ. വർഹംനി, എന്നോട് നീ കരുണ കാണിക്കണേ അല്ലാ. റഹ്മത്തിൻ്റെ 10 വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഈ ദുആ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട സമയം അത്താഴ സമയമാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി
വതുബ് അലയ്യ. വിശുദ്ധമായ ഖുർആനിലുണ്ട്, ഒരു മനുഷ്യൻ അത്താഴ സമയത്ത് അവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്താൽ അള്ളാഹു തൗബ സ്വീകരിക്കും. അപ്പൊ തൗബയുടെ വാക്ക് വതുബ് അലയ്യ, അല്ലെ, അള്ളാഹു ഞാൻ നിന്നോട് തൗബ തേടുകയാണ്, തൗബ ചെയ്യുകയാണ്, എൻ്റെ തൗബ നീ സ്വീകരിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും മഗ്ഫിറത്തിനെയും റഹ്മത്തിനെയും നമ്മൾ ചോദിച്ചു വാങ്ങുകയാണ് അത്താഴ സമയം. ഇത് റമദാൻ 1 മുതൽ തുടങ്ങേണ്ടതായിരുന്നു. പല ആളുകളും പറഞ്ഞിട്ടുണ്ടാകും, പറയാത്ത ആളുകൾ ഇനി ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ പറയാൻ ശ്രമിക്കുക. ഒരൊറ്റ ദുആ അത്താഴത്തിൻ്റെ സമയത്ത് ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും കോടിക്കണക്കിന് റഹ്മത്തുകൾ അള്ളാഹു നമുക്ക് തരും, ഉറപ്പാണ്. കാരണം പറയുന്നത് ആ ഒരു വലിയ വാചകമാണ്, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. അല്ലാഹുമ്മ ഗ്ഫിർ, വളരെ സിമ്പിളാണ് പഠിക്കാൻ. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ. ഇനിയുള്ളത് ഈ റഹ്മത്തിന്റെ 10 മാത്രമല്ല, ഇനിയുള്ള എല്ലാ ദിവസവും അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത്, അത്താഴത്തിന്റെ സമയത്ത് ഈ ഒരു വാക്ക് പറയണം, വാചകം പറയണം. ഇതൊരു ദുആയാണ്, ഇത് ഇസ്തിഗ്ഫാറാണ്, അള്ളാഹുവിലേക്ക് തൗബയുടെ വാക്കുകളാണ്. അള്ളാഹു തആല ഇത് പറയാനും ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് കരസ്ഥമാക്കുവാനും നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ റമദാൻ മാസം അൽഹംദുലില്ലാ, നമ്മൾ ഇന്നത്തെ നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ചാനലിലൂടെ ഒരുപാട് അറിവുകൾ പഠിക്കുന്നു, ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നു, സ്വലാത്തുകൾ പറയുന്നു. എല്ലാം അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് അല്ലാഹു കബൂലാക്കട്ടെ. എത്രയോ ദുആ വസിയത്താണ്. ഓരോ വീഡിയോകൾക്ക് താഴെയും 1000-ഉം 1000-ത്തിലധികവും, അല്ലേ, അതുപോലെ 2000-ഓളം ദുആ വസിയത്തുകളാണ് വരുന്നത്. ഇപ്പോൾ ഇതിനെല്ലാം വായിച്ച് മറുപടി തരാനുള്ള പ്രയാസമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, എല്ലാം വായിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആരക്കുന്നുണ്ട്. എല്ലാ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെ നമ്മളോട് ദുആരക്കാൻ പറയുന്നുണ്ടോ എല്ലാവരുടെയും മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും പടച്ചോൻ മാറ്റി കൊടുക്കട്ടെ. എല്ലാ ഹലാലായ മുറാദും അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. നമ്മുടെ നിസ്കാരം, നമ്മുടെ നോമ്പ്, സ്വതക്ക, ഖുർആൻ പാരായണം, മറ്റ് ദിക്ർ, ഔറാദ്, എല്ലാ സൽക്കർമ്മവും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, മർഹമത്ത് നൽകട്ടെ. നമ്മുടെ മക്കളുടെ പരീക്ഷകളൊക്കെ അല്ലാഹു എളുപ്പത്തിലും വേഗത്തിലും റാഹത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.